ടേസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുന്നു. The Appliance is an AI cooking assistant that offers a diverse range of recipes, effortless rice cooking, easy preparation of dough and dosa batter, and etc. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചതിന് ശേഷം ഉള്ള ഫസ്റ്റ് പാചക വീഡിയോ ആണ്. ഒന്നും അറിയാത്ത ഒരാൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഇനാഗുറേഷനോട് ബന്ധപ്പെട്ട് അല്പം മധുരമാവാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പായസം എന്തെങ്കിലും ഉണ്ടാക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പായസം എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കും മൊത്തം ഒരു 39 മിനിറ്റാണ് അതിന് വേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും. അതേപോലെ ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് സെർവിങ് സൈസാണ്. അപ്പോൾ ഒരാൾക്ക് നമുക്ക് കണക്ക് കൂട്ടാം, 2 പേർക്ക് കണക്ക് കൂട്ടാം, 3 പേർക്ക് 2 പേർക്കാണ് ഇപ്പോൾ ഓൾറെഡി വന്നിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ വന്നിരിക്കുന്നത്. അതായത് ഗീ ഒരു ലാർജ് സ്പൂണ്, ആൽമോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കാഷ്യൂസ്, പിന്നെ ഉണക്കമുന്തിരി, പിന്നെ റോസ്റ്റഡ് ഒരു സേമിയയുടെ റോസ്റ്റഡ് വെർമിസെല്ലി പാക്കറ്റ്. നമ്മുടെ നോർമൽ പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, 500 ഗ്രാം തന്നെ. പിന്നെ ഷുഗർ, പിന്നെ ഗ്രീൻ കാർഡമൻ പൗഡറിന് പകരം ഞാൻ ഏലക്ക തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാട്ടർ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിൽ ഞാനത് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിൽ ആദ്യം തന്നെ ഡിസ്പ്ലേ കാണുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് സെർച്ച് ബാർ ഓപ്പൺ ചെയ്തിട്ട് നമുക്കവിടെ നമ്പേഴ്സൊക്കെ ലെറ്റേഴ്സൊക്കെ വരും. അപ്പോൾ നമുക്ക് അവിടെ പായസം എന്ന് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഓണായിട്ട് വരും. അപ്പോൾ അതൊന്നും കൂടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അവിടെ സെർച്ച് ഫോർ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് മുകളിൽ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും. അവിടെ നമ്മൾ പായസം ഒന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ വെർമിസെല്ലി പായസം എന്നും പറഞ്ഞ് വരും. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കാണാം. അതിൽ വെർമിസെല്ലി പായസ, നമ്മളതിനകത്ത് ഈ ഒരു ആരോ അടിക്കുമ്പോൾ അതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസും അത് ഇടുന്നതൊക്കെ നമുക്ക് ഓരോ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഗീ 1 ലാർജ് സ്പൂൺ, ആൽമോണ്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാഷ്യൂസ്, ഇതൊക്കെയാണ് നമുക്കതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനകത്ത് നമുക്ക് സ്പൂണ് കിട്ടും. ആ സ്പൂണ് 3 ഡിഫറെൻറ്റ് അളവുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ലാർജ് സ്പൂണിലാണ് നമ്മൾ നെയ്യ്. അപ്പോൾ അതിൽ ആ ലിഡ് നമ്മൾ ലോക്കും അൺലോക്കും ഉണ്ട്. അത് അൺലോക്ക് ആക്കിയിട്ട് ആ ജാറിനകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആൽമണ്ടാണ് ചേർക്കേണ്ടത്. ഞാനത് മേടിച്ചിട്ടില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് കാഷ്യൂസ് അതിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്യുമ്പോൾ 20 ഗ്രാമാണ് നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ 20 ഗ്രാംസിൽ നമുക്ക് അവിടെ നമുക്ക് അളവ് നോക്കുന്ന ഒരു സ്പേസാണ്. അവിടെ നമുക്ക് പാത്രം വെച്ചതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ കയറി മുകളിലോട്ട് വരും. അത് കയറി കറക്റ്റ് അളവാകുമ്പോഴത്തേക്കും നമുക്ക് അതൊരു പാക്കറ്റ് മേടിച്ച് അങ്ങനെ തന്നെ ഇട്ടതാണ്. ഈ ഒരു അളവാകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, അത് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ആൽമോണ്ടിന് പകരം കുറച്ച് ഉണക്കമുന്തിരിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ടും എല്ലാവരും യൂസ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ കിസ്മിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിനി അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടെമ്പററി ഡ്രൈ ഫ്രൂട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ തൽക്കാലം ഫസ്റ്റ് സ്റ്റേജിന് വേണ്ടിയിട്ട് 3.35 ടോട്ടൽ ടൈം നമുക്കവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് കൊടുക്കാം. അത് സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും. നമുക്ക്
3:35 ആകുമ്പോഴത്തേക്ക് നമുക്കത് നോക്കിയാൽ മതി. അപ്പോൾ ആ സമയത്ത് നമുക്ക് അടുത്ത പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവിടെ നമ്മൾ ഓൾറെഡി നമ്മളെ റിമൈൻഡ് ചെയ്യിക്കും. അപ്പോൾ വെർമിസെല്ലി സേമിയ നമ്മൾ കരുതി വെക്കുക, എന്നുവെച്ചാൽ അടുത്തത് ഇടാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി 2 സെക്കൻഡ് കൂടെ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രൊസീജിയർ അവിടെ കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ പിക്ചർ കാണിക്കും. അപ്പോൾ നമ്മൾ ഒരു സ്പൂണുണ്ട്, ഇതിനു വേണ്ടി തന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെ കിട്ടിയിരിക്കുന്ന ഒരു റബ്ബർ ടൈപ്പ് മോഡൽ ഒരു സ്പൂണുണ്ട്. ആ സ്പൂണിന് നമുക്ക് ഈ സൈഡിൽ അത് മിക്സിയിൽ അടിക്കുന്ന പോലെ തന്നെ ഫങ്ഷൻ ഇതിനകത്തും ഉണ്ട്. നല്ല സൗണ്ടൊക്കെയാണ് അതിനകത്ത് വരുന്നത്. സൗണ്ട് ഞാൻ കുറച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും താഴത്തോട്ട് നമുക്ക് സെൻറ്ററിലേക്ക് അത് താഴത്തോട്ട് നമ്മളതിങ്ങനെ സൈഡിൽ നിന്നൊക്കെ പഠിച്ച് താഴത്തോട്ട് അത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പൂണൊക്കെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും വ്യക്തമായിട്ട്. ഇതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകണം. അപ്പോൾ റോസ്റ്റഡ് വെർമിസെല്ലി നമുക്കവിടെ നേരത്തെ നോക്കിയ പോലെ നമുക്കവിടെ ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 60 ഗ്രാമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അതിനകത്തോട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന സേമിയയുടെ അളവ്. അത് കറക്റ്റായിട്ട് നമുക്കവിടെ കൃത്യമായിട്ട് തന്നെ നമുക്കത് ആ പ്ലേറ്റ് വെക്കുമ്പോൾ പ്ലേറ്റിൻ്റെ വെയിറ്റൊക്കെ നമുക്ക് മൈനസ് ചെയ്യാം, കറക്റ്റ് അളവ് നമുക്ക് കിട്ടും. അപ്പോൾ എന്നിട്ട് ലിഡ് തുറക്കുക, നമ്മൾ വീണ്ടും എടുത്തു വെച്ചിരിക്കുന്ന സേമിയ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ്. അത് ആദ്യം ഒന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട് കുറച്ചിപ്പോൾ ഞാൻ പറയുന്നതിൽ തന്നെ ഇതൊക്കെ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ, അല്ലാണ്ട് ഞാനിത് പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ഞാനും ഡയറക്റ്റ് മേടിച്ച് യൂസ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ അതിൽ ഓൾറെഡി സേമിയ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലിഡ് അടക്കണം. ലിഡ് അടക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഓഫായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. റോസ്റ്റിംഗ് വെർമിസെല്ലി അതിന് വേണ്ടത് 2.5 മിനിറ്റ് 3 മിനിറ്റ് അടുത്ത് നമുക്ക് വേണം. അപ്പോൾ എന്ത് ചെയ്യും, 3 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ അടുത്ത സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഞാൻ ഓരോന്നും എടുത്തെടുത്താണ് കാണിച്ചത്. ശരിക്കും നമ്മളിതെല്ലാം ആദ്യമേ എടുത്ത് വെക്കണം. അടുത്ത വീഡിയോസ് മുതൽ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമയം കുറച്ച് മതി. നമ്മളെല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് നേരത്തെ റെഡിയാക്കി വെക്കും. ഇപ്പോൾ ഇതിൽ പാല്, അപ്പോൾ അത് അടപ്പൊക്കെ ഓപ്പൺ ആണോ തുറന്ന് വെക്കണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമ്മളോട് പറയും. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരി വെക്കാനൊക്കെ ആയിട്ട് പറയും. അപ്പോൾ അതിൽ പാല്, ഷുഗർ, ഏലക്കയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പൗഡറല്ല, വാട്ടർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും അതിൻ്റെ ബ്ലേഡ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല നെയ്യുടെ സ്മെല്ലൊക്കെ വരും അതിനെ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി 2 മിനിറ്റ് കൂടെ ഉണ്ട് ഇതൊന്ന് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി 2 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അത് ഫിനിഷായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ ഇരിക്കേണ്ട, നമ്മളാ ടൈം നോക്കി നമുക്ക് മാറിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനൊക്കെ വരും. കൃത്യമായിട്ട് ആ സമയത്തോടനുബന്ധിച്ച് നമുക്ക് വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മതി. നമ്മൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. ഇപ്പോൾ സ്റ്റൗവിലാണെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അടുക്കി പിടിക്കാതെ നോക്കണം. ഇതങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് പാലാണ് മിക്സ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്ന 1 കവർ പാലാണ്. 1 കവർ പാൽ 500 ml ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് അളവ് കറക്റ്റാണോ എന്ന് നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ. ഒരു തുള്ളി താഴെ പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് അകത്തോട്ടൊന്നും പോവില്ല. ആ സൈഡിൽ വെള്ളം അകത്തോട്ട് വീഴാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനൊക്കെ അതിനുള്ളതാണ്. 1 പാക്കറ്റ് പാല് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ അത് മൂവ് ചെയ്യണമനുസരിച്ചിട്ട് ഫില്ലാവണമനുസരിച്ചിട്ട് അവിടെ മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഏതൊരറിയാത്ത ആളുകൾക്കും ഭക്ഷണം സുഖമായിട്ട് പാചകം ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ 3.3 ആണ് കുറവുള്ളൂ. കറക്റ്റ് 497 വരെ ഉണ്ട്. അപ്പോൾ ലിഡ് അവിടെ കാണാം, ലോക്ക് അൺലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തോട്ടുള്ള സപ്ലൈ കട്ടാവും. അതിനുശേഷം നമ്മൾ പാലിടണം. അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്താൽ മാത്രമാണ് പവർ സപ്ലൈ ജാറിലേക്ക് കയറി വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഷുഗർ നമുക്ക് ആഡ് ചെയ്യണം. അതിൽ 84 ഗ്രാമാണ് ഷുഗർ പറഞ്ഞിരിക്കണേ. ഷുഗർ ഞാനത് കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. അത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു അളവൊക്കെ അറിയാൻ പറ്റും. ആ അളവ് നമുക്ക് രണ്ടാമത് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മധുരം എത്രയാണോ അതനുസരിച്ചിട്ട് ഷുഗർ കൂട്ടണോ കുറയ്ക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്തു കൊടുക്കും. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും ഇതെന്താണ് റിസൾട്ട് എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടും ഞാൻ അതിൽ അളവ് തന്നെയാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 84 ഗ്രാമാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഒരു തവണ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മധുരം കൂടുതലാണോ
കുറവാണോ കുറക്കണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് അതിൽ കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നുള്ളത് ഞാൻ പറഞ്ഞു, ഞാനിതിനകത്ത് കാർഡമത്തിൻ്റെ പൗഡർ, ഏലക്കയുടെ പൊടി ഞാനിതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരം ഞാൻ ഏലക്ക ഒരു 3-4 ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് അളവാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാനുള്ളത് വാട്ടറാണ്. വാട്ടർ 200 ഗ്രാമാണ് നമുക്കതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പാലെടുത്ത പാത്രം തന്നെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്തോട്ട് നമുക്ക് 200 ഗ്രാം വാട്ടർ കറക്റ്റായിട്ട് നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 200 ചെറിയ പോയിൻ്റ് വ്യത്യാസമൊന്നും വിഷയമല്ല. നമുക്ക് ആ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ 3-4 എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് 28 മിനിറ്റും 10 സെക്കൻഡ് കൂടെ ഉണ്ട് ഇത് ഫുള്ളായി വരാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കാം. 28 മിനിറ്റ് നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും വർക്കായിട്ട് പോകാം. അവിടെ താഴെ കാണാം ബ്ലേഡിൻ്റെ 0. ബ്ലേഡ് ഇപ്പോൾ അനങ്ങുന്നില്ല, 47 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് വർക്കാവണേ. അതിൻ്റെ ലിഡ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആ ലിഡിന് എന്തെങ്കിലും ക്ലോസിങ്ങിൻ്റെ പ്രോബ്ലമോ അടപ്പ് അല്ലെങ്കിൽ ജാറ് സ്യൂട്ടാവാതെ വരികയാണെങ്കിൽ അവിടെ താഴത്ത് ഹോമിൻ്റെ റൈറ്റ് സൈഡിൽ ടിക്ക് 2 ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി 17 മിനിറ്റ് കൂടെ ഉണ്ട്. സമയം 7:48 PM. ആ സമയത്താണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പായസത്തിൻ്റെ പഠിച്ചിട്ടൊന്നുമില്ല, പ്രൊഡക്റ്റ് മേടിച്ചു, നേരെ ഞാനങ്ങ് ആദ്യമേ തന്നെ അങ്ങ് പരീക്ഷിച്ച് നോക്കുകയാണ്. ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സിസ്റ്റം എന്താണോ പറയുന്നത് അത് ഞാൻ ഫോളോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 മിനിറ്റും 44 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിടയ്ക്ക് ഇങ്ങനെ നല്ല രീതിയിൽ കറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. മിക്സ് ചെയ്തൊക്കെ കൊടുക്കുക, അടുക്കി പിടിക്കാതിരിക്കാൻ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. വീണ്ടും നമുക്ക് റിസ്യൂം ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് ടൈം ഫുള്ളായിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച സമയം മുഴുവനായിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളൊരു ബോൾ എടുത്തോ നമുക്കതിനകത്തോട്ട് മാറ്റി ഒഴിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റെഡി ടു സെർവ് ആണ്. അപ്പോൾ അതൊക്കെ അവിടെ നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ലോക്ക് അഴിക്കണം. ആ ലോക്ക് അഴിച്ചാൽ മാത്രമാണ് ജാർ പൊങ്ങി വരുള്ളൂ. ആ ലോക്ക് അഴിച്ചതിന് ശേഷം 2 സൈഡിലും പിടിച്ചാൽ നമുക്ക് അത് ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ബോഡി റബ്ബർ ബുഷ് വെച്ചിട്ട് താഴത്തേക്ക് നല്ല രീതിയിൽ പ്രസ്സായിട്ടിരിക്കുന്ന കാരണം അതങ്ങനെ അനങ്ങില്ല. ഇതിൻ്റെ ഏറ്റവും താഴെ ബോട്ടം സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ ബോളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ബോളിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നും കൂടെ ഞാൻ പറയാം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെ നല്ല ടേസ്റ്റാണ്. പൊതുവേ എല്ലാ ഇതേപോലെയുള്ള വീഡിയോസിലും എല്ലാവരും പറയുന്നത് സൂപ്പറാണെന്നാണ്. അത് കേട്ട് കണ്ട് ശീലിച്ച് ഞാനും പറയുന്നുണ്ട് സൂപ്പറാണ്. എങ്കിലും ഫസ്റ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിൽ അതേ ടേസ്റ്റോട് കൂടി തന്നെ എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. തുടർന്നും ഇതേപോലെയുള്ള ഓരോ ഡിഷസ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങളിലേക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.